പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് അഭിഷേകിനെ. മാത്രവുമല്ല, ഇനി അഭിഷേകിന് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല എന്നുള്ള കാര്യം പോലീസുകാർ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ്. താൻ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് അഭിഷേക് പോലീസുകാരോട് പറയുന്നുവെങ്കിലും അതൊന്നും അംഗീകരിക്കാൻ തയ്യാറാകാതെ പോലീസുകാർ അവരുടെ ഡ്യൂട്ടിയിൽ മുന്നോട്ട് പോകുമ്പോഴാണ് റാംമോഹൻ കടന്നു വരുന്നതും അഭിഷേകിന്റെ മുഖത്തടിക്കുന്നതും. അപ്രതീക്ഷിതമായ ഈ സംഭവം അഭിഷേകിന് ആകെ തിരിച്ചടിയാകുന്നു. ഇതെല്ലാം കണ്ടുകൊണ്ട് സോഹൻ കാറിലിരിക്കുകയാണ്. പുറത്തിറങ്ങിയാൽ സിറ്റുവേഷൻ ശരിയാവുകയില്ല എന്ന് സോഹൻ ആദ്യമേ മനസ്സിലാക്കിയിരുന്നു. ഇതേ സമയം, നീ എന്തിനാടാ എൻ്റെ മോളെ ചതിച്ചത്? നിന്നെ ഞങ്ങൾ അത്രയധികം സ്നേഹിച്ചതല്ലേ? എന്നിട്ട് മറ്റൊരു പെൺകുട്ടിയുടെ കഴുത്തിൽ താലി കെട്ടി ഇപ്പോൾ അവളെയും വഞ്ചിച്ച് വന്നിരിക്കുകയാ നാണം കെട്ടവൻ. നീയൊക്കെ നശിച്ചു പോകുമടാ എന്ന് റാംമോഹൻ പറയുകയും നിനക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ശിക്ഷ തന്നെ വാങ്ങിച്ചു തരും എന്ന് വെല്ലുവിളിക്കുകയും ചെയ്യുന്നു. അപ്രതീക്ഷിതമായ ഈ സംഭവം തിരിച്ചടിയായതിനെ തുടർന്ന് ഇനി എന്താണ് പറയേണ്ടത് എന്നറിയാതെ അഭിഷേക് പകച്ച് പോവുകയാണ്. ഇതേ തുടർന്ന് അഭിഷേകിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് സ്റ്റേഷനിലേക്ക് പോലീസ് പോകുന്നു. അവിടെ വെച്ച് എല്ലാ തെളിവുകളും നിനക്ക് എതിരാണ്. നീ അവളെ കൊന്നോ? അതോ കൊന്നതിന് ശേഷം ബോഡി എവിടെയാണ് ഒളിപ്പിച്ചത്? സാർ, എനിക്ക് അവളെ പറ്റി യാതൊരു അറിവുമില്ല എന്നതാണ് സത്യം. എനിക്ക് അവളെ കൊല്ലേണ്ട ആവശ്യം എന്താണ് സാർ? ഞാൻ അവളെ കൊന്നിട്ടില്ല. അത് തന്നെയാണ് യാഥാർത്ഥ്യം. ദയവായി എന്നെ വിശ്വസിക്കണം. ഇത് കേൾക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ, നീ സത്യങ്ങൾ ഇപ്പോൾ പറഞ്ഞ് ഞങ്ങളോട് സഹകരിക്കുന്നതാണ് നിന്റെ ആരോഗ്യത്തിന് നല്ലത്. ഇല്ലെങ്കിൽ പോലീസ് മുറിയിൽ കാര്യങ്ങൾ ചോദ്യം ചെയ്യേണ്ടതായി വരും. അത് നിന്റെ ഈ ആരോഗ്യത്തിന് നല്ലതല്ല. മോനെ, കാര്യങ്ങൾ പറഞ്ഞില്ല എന്ന് വേണ്ട. ഇത് കേൾക്കുന്ന അഭിഷേക്, എന്നെ തല്ലിച്ചതച്ചതുകൊണ്ട് യാതൊരു ഉപകാരവുമില്ല സാർ. കാരണം എനിക്ക് അവൾ എവിടെയാണ് എന്ന് അറിയില്ല. പിന്നെ നീ എന്തിനാടാ രക്ഷപ്പെടാൻ ശ്രമിച്ചത്? നീ രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോഴല്ലേ ഞങ്ങൾ പിടികൂടിയത്. സാർ, ഞാൻ രക്ഷപ്പെടാൻ അല്ലാതെ മറ്റെന്താണ് ശ്രമിക്കേണ്ടത്? തെളിവുകളെല്ലാം എനിക്ക് അഗെയിൻസ്റ്റ് ആണ്. ഞാൻ നിരപരാധിയാണ് എന്ന് തെളിയിക്കുന്നതിന് പോലും എനിക്ക് സാധിക്കാത്ത അവസ്ഥ. ഞാൻ പറയുന്നത് വിശ്വസിക്കാൻ ആരും തയ്യാറാകുന്നില്ല. പിന്നെ ഈ അവസ്ഥയിൽ ഇവിടെ നിന്ന് മാറി നിൽക്കാതെ മറ്റെന്താണ് എനിക്ക് ചെയ്യാൻ സാധിക്കുക? ഞാൻ എൻ്റെ നിസ്സഹായതയോടെ ചെയ്തതാണ് ഇതെല്ലാം. എനിക്ക് കൂടുതലൊന്നും പറയാൻ സാധിക്കില്ല സാർ എന്ന് പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറാൻ അഭിഷേക് ശ്രമിക്കുന്നു. പക്ഷേ ഇതേ തുടർന്ന് സത്യം പറയുന്നതിന് വേണ്ടി പോലീസ് മൂന്നാം മുറ അഭിഷേകിന് നേരെ പ്രയോഗിച്ചിരിക്കുകയാണ്. പോലീസിന്റെ ഇടി കൊണ്ടതിനെ തുടർന്ന് അഭിഷേക് ആകെ അവശനാവുകയും ചെയ്യുന്നു. ഇതേ സമയം തിരികെ വീട്ടിലേക്ക് എത്തുന്ന റാംമോഹൻ ഇഷയോട്, പോലീസ് ആ കള്ളനെ അറസ്റ്റ് ചെയ്തു. ചതിയനായ അഭിഷേക് എല്ലാ തെളിവുകളും എതിരായതിനെ തുടർന്ന് ജയിലിൽ പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇങ്ങനെയുള്ള ചതിയന്മാർക്ക് അങ്ങനെയുള്ള അവസ്ഥ തന്നെ വരണം എന്ന് തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത്. മാത്രവുമല്ല, ഇനി ആ ദേവബാലയെ കണ്ടെത്തിയാൽ മാത്രമേ ബാക്കി കാര്യങ്ങൾ തീരുമാനമാകൂ എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് റാംമോഹൻ. പക്ഷേ അഭിഷേക് അങ്ങനെ ചെയ്യില്ല എന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന ഇഷ, എനിക്ക് അതിൽ വിശ്വാസമുണ്ട് എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന്, നീ അവന്റെ പ്രണയത്തിൽ അന്ധയ അന്ധയായി പോയതുകൊണ്ടാണ് അങ്ങനെയൊക്കെ തോന്നുന്നത്. ഒരിക്കലും അവൻ നിന്നെ സ്നേഹിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മറിച്ച് അവൻ തെറ്റുകൾ ചെയ്തിട്ടില്ല എങ്കിൽ പണ്ടേ നിന്നോട് സത്യങ്ങൾ എന്തെങ്കിലും അവൻ പറഞ്ഞേനെ. അതുപോലും ചെയ്യാതെയാണ് ആ ചതിയൻ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോയത്. അപ്പോൾ വിഡ്ഢിയായത് ആരാണ്? നീ.
അതുകൊണ്ട് നീ തന്നെയാണ് കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. വെറുതെ എല്ലാം മറന്ന് മണ്ടിയായി പോകരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതെല്ലാം സംഭവ വികാസങ്ങൾ നടക്കുമ്പോഴാണ് എല്ലാ പ്രതീക്ഷകളും തെറ്റിച്ചുകൊണ്ട് ദേവബാല ജയരാമന്റെ വീട്ടിൽ നിന്ന് രക്ഷപ്പെടുന്നത്. ഇത് ജയരാമന് അപ്രതീക്ഷിതമായ തിരിച്ചടി ആവുകയും ചെയ്യുന്നു. ഇതേ തുടർന്ന് അവിടെ നിന്ന് രക്ഷപ്പെടുന്ന ദേവബാല തൽക്കാലത്തേക്ക് ഓടി ഒളിക്കുകയാണ്. ഇതേ തുടർന്ന് വഴിയിൽ വെച്ച് കാണുന്ന ആളിനോട് തന്നെ സഹായിക്കണം എന്ന് ദേവബാല പറയുകയും ചെയ്യുന്നു. ഇത് കാണുന്ന അയാളാകെ ഞെട്ടിപ്പോവുകയും എന്താണ് സംഭവം ഉണ്ടായത് എന്ന് വ്യക്തമാക്കാൻ ദേവബാലയോട് പറയുകയും ചെയ്യുന്നു. എന്നെ ഒരാൾ തട്ടിക്കൊണ്ടുവന്നതാണ് ഇവിടേക്ക്. എൻ്റെ ഭർത്താവിൻ്റെ അടുത്തേക്ക് എത്തുന്നതിനായി നിങ്ങൾ എന്നെ സഹായിക്കണം. ഇത് കേൾക്കുന്ന അയാൾ നിങ്ങളുടെ വീട് എവിടെയാണ്, എന്താണ് ഭർത്താവിൻ്റെ പേര് എന്ന് ചോദിക്കുകയും ചെയ്തതിനെ തുടർന്ന് അഭിഷേകാണ് എൻ്റെ ഭർത്താവ് എന്ന് വ്യക്തമാക്കുന്ന ദേവബാല അയാളുടെ അടുത്തേക്കാണ് എന്നെ എത്തിക്കേണ്ടത് എന്ന് പറയുകയും ചെയ്യുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് കുടിക്കുന്നതിനും കഴിക്കുന്നതിനുമായി എന്തെങ്കിലും നൽകണമെന്ന് ദേവബാല ആവശ്യപ്പെട്ടതിനെ തുടർന്ന് തൽക്കാലത്തേക്ക് സഹായിക്കുന്നതിന് തയ്യാറാവുകയാണ് അവർ. എന്നാൽ ഇതേ തുടർന്നാണ് ജയരാമൻ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. മദ്യത്തിന്റെ ലഹരിയിൽ നിന്ന് മാറിയതിനെ തുടർന്നാണ് ദേവബാലയുടെ കാര്യങ്ങൾ അയാൾ തിരിച്ചറിയുന്നത്. ഇതോടെ ദേവബാലയെ ഉടൻ തന്നെ കണ്ടെത്തണം എന്ന് വ്യക്തമാക്കുന്ന ജയരാമൻ തൻ്റെ സുഹൃത്തിനോട് കാര്യങ്ങൾ ഉടൻ ചെയ്തില്ല എങ്കിൽ നമ്മൾ രണ്ടുപേരും അകത്തുപോകും എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ്. ഇതോടെ ദേവബാലയെ അന്വേഷിച്ചുകൊണ്ട് അവരും രംഗത്തേക്ക് കടന്നു വരുന്നു. ഇതോടെ ആകെ വഴിത്തിരിവുകൾ ഉണ്ടാവുകയാണ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.